ഇന്നത്തെ കേന്ദ്രമന്ത്രി, നമ്മുടെ തൃശ്ശൂർ MP, അതുപോലെ തന്നെ സിനിമയിൽ മുടിചൂടാമനനായ ആക്ഷൻ കിങ് സുരേഷ് ഗോപിക്ക് പഴയൊരു കാലഘട്ടമുണ്ട്. അത് നമ്മുടെ 1 മുതൽ 0 വരെ എന്ന് പറഞ്ഞൊരു സിനിമയിലെ തുടക്കക്കാരനാണ് സുരേഷ് ഗോപി. 1 മുതൽ 0 വരെ എന്ന സിനിമയിൽ മോഹൻലാലാണ് നായകനാകെ 2 സീനുള്ളൂ. അത് ആ ഒരു പ്രത്യേക ടൈപ്പ് പടം. അത് അങ്ങനത്തെ പടങ്ങളൊന്നും ഇപ്പോൾ വരുന്നില്ല. നല്ല സൂപ്പർ പടമാണ്. ആ പടത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു സീനുണ്ട്, ഒരു കടപ്പുറത്ത് വെച്ചിട്ട് 2 ഡയലോഗും ഉണ്ട്. അപ്പോൾ സുരേഷ് ഗോപിക്ക് ആ ഡയലോഗ് ഒന്ന് ഡബ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹം കൊണ്ട് അന്ന് ആ ഡബ്ബിങ് നടക്കുന്ന ആ സ്റ്റുഡിയോയുടെ മുമ്പിൽ അങ്ങോട്ട് കയറാൻ പേടിയായിട്ട് പുറത്ത് വന്ന് നിൽക്കുക സുരേഷ് ഗോപി. അപ്പോൾ നമ്മുടെ ഈ ദിവസം വന്നും നിൽക്കും. അപ്പോൾ ഭാഗ്യലക്ഷ്മി ഡബ് ചെയ്യാൻ പോകുന്നുണ്ട്. ഭാഗ്യലക്ഷ്മിയിൽ ഡബ് ചെയ്ത് പോകുന്നത്. ഭാഗ്യലക്ഷ്മി എന്നും നോക്കുമ്പോൾ ചോട്ടിൽ, സ്റ്റെയർകേസിൻ്റെ ചോട്ടിൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ട്. പിറ്റേ ദിവസം വരുമ്പോൾ ആ ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭാഗ്യലക്ഷ്മി ചോദിച്ചു, നിങ്ങൾ 2-3 ദിവസമായാലും അവിടെ കാണുന്നത്, എന്താ പ്രശ്നം, ആരെങ്കിലും കാണാൻ വന്നോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല, ഞാൻ ഈ സിനിമയിൽ ഒരു സീൻ അഭിനയിച്ചിട്ടുണ്ട്, എനിക്കതൊന്ന് ഡബ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പറഞ്ഞു, അതിൻ്റെ അകത്ത് ചെല്ല്, അകത്ത് നിന്ന് ഡയറക്ടറെ കാണ്, നിങ്ങളുടെ ആവശ്യം പറയും. അയ്യോ, അത് അതിൻ്റെ ഉള്ളിൽ കയറാൻ എനിക്ക് അവരെന്ത് പറയുമെന്ന് അറിയില്ല, ഡബ്ബിങ് നടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഡയറക്ടർ പുറത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ആവശ്യം പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പുറത്ത് കാത്തു നിൽക്കണം. അപ്പോൾ പറഞ്ഞു, ശരി, ഞാൻ ഡയറക്ടറോട് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അകത്ത് ചെന്നിട്ട് ഭാഗ്യലക്ഷ്മിൻ്റെ ഡയറക്ടർ രാജീവ് കുമാറാണ് തോന്നുന്നുണ്ട്. അകത്ത് വന്നിട്ട് പറഞ്ഞു, അതെ, ഈ പടത്തിൽ അഭിനയിച്ച ഒരു ചെറുപ്പക്കാരവിടെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്, ആൾക്കൊന്ന് ഡബ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിച്ചാൽ ആരത്, വിളിക്കാൻ പറഞ്ഞു. അവരൊന്നും വിളിച്ചുകൂടി ഇരുത്തുക, അവർ ഡബിങ്ങൊക്കെ ഒന്ന് പഠിക്കട്ടെ. അവർ ചെറിയ സീനുണ്ടെങ്കിൽ അവർ ആഗ്രഹമല്ലേ, അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഭാഗ്യലക്ഷ്മിനെ ചെന്ന് ചോട്ടിലെന്ന് പറഞ്ഞു, കയറി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ കയറി വന്ന് അന്ന് മുഴുവൻ അവിടെ നിന്ന് ഡബ്ബിങ് കണ്ട് പഠിച്ച് പിറ്റേ ദിവസം ആ ചെറിയ സീൻ ഡബ് ചെയ്തു. അപ്പോൾ ആ ഒരു എളിമയുള്ളൊരു വ്യക്തി ആ ഒരു സീൻ അഭിനയിച്ചിട്ട് അത് ഡബ് ചെയ്യുന്നുള്ള ആഗ്രഹം കൊണ്ട് ദിവസം ആ സ്റ്റുഡിയോയുടെ മുമ്പിൽ വന്നു നിന്നിട്ട് ആ ഉള്ളൊരു ആവേശം, അതിന് ഭാഗ്യലക്ഷ്മി പറഞ്ഞല്ല അർത്ഥം. ആ ആവേശം ഇപ്പോഴും സുരേഷ് ഗോപിക്ക് വിട്ടുപോയിട്ടില്ല. എവിടെ എത്തണം എന്നുള്ള ആവേശമാണ്. ഈ ആവേശം തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ വിജയം. ഈ ഒരു ആവേശം സുരേഷ് ഗോപിക്ക് ഇപ്പോഴും ഉണ്ടെങ്കിൽ ഇനി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആവാം. അതാണ് നമ്മുടെ ഒരു മനുഷ്യൻ്റെ പ്രയത്നമാണ് അത് അന്ന് മുതൽ പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അല്ലെങ്കിൽ അപ്പോൾ അന്ന് ആ ഒരു സീൻ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വിനയമായിട്ട് ഇതുപോലെ വന്ന് ദിവസം കാലത്ത് നിൽക്കില്ലല്ലോ. ആ ഒരു ആവേശം ഇപ്പോഴും സുരേഷ് ഗോപിക്കുണ്ട്. സുരേഷ് ഗോപിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാഗ്യം ചെയ്ത കുടുംബമാണ്. സുരേഷ് ഗോപി ഭാഗ്യം ചെയ്ത ആളാണ്. സുരേഷ് ഗോപിയുടെ ഭാര്യ ഭാഗ്യം ചെയ്തതാണ്, മക്കൾ ഭാഗ്യം ചെയ്തതാണ്. ഒരു മകൾ മരിച്ചിട്ടുണ്ട്, ലക്ഷ്മി. 30 കൊല്ലമായിട്ടും ഇപ്പോഴും തോരാത്ത കണ്ണീരുമായിട്ടാണ് സുരേഷ് ഗോപി ജീവിക്കുന്നത്. ഇപ്പോഴും ആ കുട്ടീനെ ഓർക്കാത്തൊരു ദിവസമില്ല. അപ്പോൾ സുരേഷ് ഗോപിയുടെ നല്ല മനസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പാവങ്ങളോട് ഒരുപാട് കരുണയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രയത്നം, കഠിനമായുള്ള തപസ്യ കൊണ്ട് മാത്രം കയറി വന്ന ഒരു നടനാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, നല്ല മനുഷ്യനാണ്, ഹൃദയമുള്ളവനാണ്.